ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ആൾജിബ്ര എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആൾജിബ്രയിൽ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരേ ഒരു ഫോമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈസിയായി സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ അതിൻ്റെ കുറച്ച് ഫോമുല, അതായത് ഷോർട്ട് ഫോം, അതായത് ഷോർട്ട് ഇക്വേഷൻസ് നമ്മൾ കാണും. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടാണ്, അതുവൈസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഫോം വരാം. അപ്പോൾ ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എ. എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ്. അത് നാച്ചുറൽ നമ്പേഴ്സ് ആവാം, 1 ആവാം, 2 ആവാം, 0 to n, ഏത് നമ്പേഴ്സും ആവാം. അപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഏതാണോ ആ കോൺസ്റ്റൻറ്റ് അത് വെയ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി വേറൊരു ടൈപ്പ് ഫോം എന്ന് പറയുന്നത് എക്സ് മൈനസ് 1/x ഈക്വൽ ടു എ. അപ്പോൾ ഈ ടൈപ്പ് രണ്ട് ഫോമാണ് നമുക്ക് അൾജിബ്രായിക് ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫോം വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു എ, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു എ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? എ സ്ക്വയർ മൈനസ് 2. എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ, അതിൻ്റെ സ്ക്വയർ മൈനസ് 2. ഇവിടെ നമുക്ക് എക്സ് മൈനസ് 1/x ഇസിക്കൽ ടു എ ആണ് തന്നേക്കുന്നത്. ആൻഡ് സെയിം ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് പ്ലസ് 1/x സ്ക്വയർ ചോദിച്ചാൽ എങ്ങനെ എഴുതാം? അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2 എന്നാണ് അതിൻ്റെ ഫോമുല. രണ്ടിൻ്റെയും പെക്യുലാരിറ്റി ഉണ്ടോ? വരുന്ന ഡിഫറൻസ് എന്താണ്? ഇവിടെ എക്സ് പ്ലസ് 1/x എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2 എന്നാവും. ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് ആവും. അതുപോലെ ക്വസ്റ്റ്യനിൽ മൈനസ് ആണെങ്കിൽ, സ്ക്വയർ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മളിവിടെ എന്ത് ചെയ്യും? പ്ലസ് സൈൻ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല. നമുക്ക് ഈ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എ എന്ന് പറയുന്നത് നമ്മുടെ എ പ്ലസ് ബി ആ ഫോമാണ്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്കിവിടെ ഈ -2 എന്ന് പറയുന്നൊരു ടേം, അല്ലെങ്കിൽ ആ 2 എന്ന് പറയുന്ന ടേം വരുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും, എക്സ്പാൻഡ് ചെയ്ത് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കാതെ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോമുല പഠിച്ചു വെക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോമുല ക്ലിയർ ആണല്ലോ. എക്സ് പ്ലസ് 1/x തരുന്നു, അല്ലെങ്കിൽ എക്സ് മൈനസ് 1/x തരുമ്പോൾ അതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എങ്ങനെയാണെന്ന് വെച്ചാൽ എ സ്ക്വയർ ആൻഡ് ദ കോൺസ്റ്റൻറ്റ് സ്ക്വയർ മൈനസ് ഓർ പ്ലസ് 2 ആയിരിക്കും ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ദെൻ എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു എ തന്നേക്കുന്നു. നമ്മൾക്ക് ചോദിക്കുന്നു എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ? ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a. അപ്പോൾ ഫോമുല എന്തായിരിക്കും? എ ക്യൂബ് മൈനസ് 3a എന്നായിരിക്കും ഇതിൻ്റെ ഫോമുല. ഇതും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരുന്ന ഇക്വേഷനാണ്. അതുപോലെ എക്സ് മൈനസ് 1/x ഇസിക്കൽ ടു എ എന്ന് ചോദിക്കുന്നു. എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഫോമുല എങ്ങനെ എഴുതാം? ഇവിടെ എക്സ് മൈനസ് 1/x എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് എന്ന് എന്തായാലും വരത്തില്ല, നിങ്ങൾ അസ്യൂം ചെയ്തോണം. ഇവിടെ എന്തായാലും മൈനസ് വന്നുകൊണ്ട് -1/x ക്യൂബ് എന്നേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോമുല എന്തായിരിക്കും? സെയിം തന്നെയാണ് മറ്റേതുപോലെ എ ക്യൂബ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? പ്ലസ് 3a. ഉണ്ടോ? രണ്ടും ഓപ്പോസിറ്റ് കൊടുത്താൽ മതി, സൈൻ റിവേഴ്സ് ചെയ്താൽ മതി ഈ രണ്ട് കേസിലും. ഉണ്ടോ?
അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കേസും നമുക്ക് മനസ്സിലായി, എക്സ് ക്യൂബിൻ്റെ കേസും മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പാണ് x⁴ പ്ലസ് 1/x⁴. ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും? അതായത് നമ്മുടെ കയ്യിൽ x² പ്ലസ് 1/x² ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് പിന്നെന്ത് ചെയ്യുന്നു? ഒരു 2 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² പ്ലസ് 1/x⁴ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഈ കേസിലാണെങ്കിലോ x² പ്ലസ് x⁴ പ്ലസ് 1/x⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും? x² പ്ലസ് 1/x², സെയിം വാല്യൂ തന്നെയാണ്, ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? ഇവിടെ x² പ്ലസ് 1/x² തന്നെ ആയതുകൊണ്ട് തന്നെ -2 എന്ന് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇതായിരിക്കും രണ്ട് കേസിലും ഉള്ള സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും രണ്ട് കേസിൽ. പക്ഷേ ഇവിടെ x² പ്ലസ് 1/x²ൻ്റെ വാല്യൂ എന്തെന്ന് വരും? a² - 2ഉം ഇവിടെ x² പ്ലസ് 1/x²ൻ്റെ വാല്യൂ എന്ത് വരും? a² പ്ലസ് 2 എന്നും വരും. അവിടെയാണ് ആ സൈൻ ഡിഫറൻസ് വരുന്നത്. അല്ലാതെ ഇവിടെ നമുക്ക് -2 തന്നെയാണ് രണ്ട് കേസിലും വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഒരു ടൈപ്പാണ്, ഇതിലേതും ചോദിക്കാം. x പ്ലസ് 1/x തന്നിട്ട് നമുക്ക് ഏത് പവറും ഒരു 6th പവർ വരെ നമുക്ക് പഠിച്ചു വയ്ക്കാം. x⁵ പ്ലസ് 1/x⁵. ഇതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അതുപോലെ ഈ കേസിലും x - 1/x = a എന്ന് തരുന്നു. ആ കേസിൽ x⁵ മൈനസ് 1/x⁵ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഈ അതായത് എക്സ്പൊണൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ x⁵ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? x³ × x² എന്താണ് തുല്യമാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം, എക്സ്പൊണൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. x⁵ എന്ന് പറയുന്നത് x³ × x² തുല്യമാണ് അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ ആ ഒരു കൺസെപ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. x⁵ പ്ലസ് 1/x⁵ൻ്റെ ആൻസർ എന്തായിരിക്കും? ഫോമുല എന്തായിരിക്കും? x³ പ്ലസ് 1/x³ ഇൻറ്റു x² പ്ലസ് 1/x² കൂടെ ഒരു മൈനസ്, ഇവിടെ എന്താണ്? x പ്ലസ് 1/x ആണ്, അതുകൊണ്ട് x പ്ലസ് 1/x. ഒരു എക്സ്ട്രാ ടേമും കൂടെ മൈനസ് ചെയ്യണം. ഇവിടെ നമ്മൾ x³ × x² എന്നേ ഉള്ളൂ, പക്ഷേ ഇവിടെ x⁵ പ്ലസ് 1/x⁵ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതേ ഫോമുല തന്നെ അപ്ലൈ ചെയ്യുന്നു. x³ പ്ലസ് 1/x³ ഇൻറ്റു x² പ്ലസ് 1/x² മൈനസ് ആ ഫസ്റ്റ് ടേം എന്താണോ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് x പ്ലസ് 1/x. ഇതായിരിക്കും നമ്മുടെ ഫോമുല. അപ്പോൾ അതേ സെയിം ഫോമുല നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? x⁵ മൈനസ് 1/x⁵ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? x³ മൈനസ് 1/x³, മൈനസിൻ്റെ കേസിലാകുമ്പോൾ ഇവിടെ മൈനസ് ആയിരിക്കുമല്ലോ, ഇൻറ്റു x² പ്ലസ് 1/x². സെയിം തന്നെ മൈനസ്, ഇവിടെ പക്ഷേ എന്താണ്? x പ്ലസ് 1/x അല്ല, x മൈനസ് 1/x ആണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും x⁵ ആ ഒരു പവർ വരുമ്പോഴുള്ള നമ്മുടെ ഫോമുല ചേഞ്ച് ആവുന്നത്. നിങ്ങളിങ്ങനെ ഫോമുല വൈസ് പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്തില്ലെങ്കിൽ ആ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പവർ കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇത് തന്നെ രണ്ട് ഇതുണ്ട്. x⁶ പ്ലസ് 1/x⁶ ആണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. x പ്ലസ് 1/x = a ആണ് തന്നേക്കുന്നത്. അതുപോലെ ഇവിടെ x മൈനസ് 1/x = a തരുമ്പോൾ x⁶ പ്ലസ് 1/x⁶ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്? ഓക്കെ,
സോ ഈ കേസിൽ എങ്ങനെയായിരിക്കും? നമുക്കറിയാം എക്സ്പോണൻസ് എക്സ് ക്യൂബ് എക്സ് റൈസ് ടു 6 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എക്സ് ക്യൂബ് സ്ക്വയർ അല്ലേ? എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയറിന് തുല്യമായിരിക്കും എന്ത്? എക്സ് റൈസ് ടു 6 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം, എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്നും എഴുതാം. ഏത് രീതി വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും ആ ഒരു എക്സ്പോണൻറ്റ് വാല്യൂ. അപ്പോൾ ആ ഒരു ഫോം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോമുല എങ്ങനെ കിട്ടും? എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഹോൾ സ്ക്വയർ. സ്ക്വയർ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? -2 ആണ് കൊടുക്കുന്നത് അല്ലേ? ആ കേസിൽ എന്താണ് ചെയ്യുന്നത്? സ്ക്വയർ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? -2 ആണ് കൊടുക്കുന്നത്. ഇനി ഈ കേസിലാകുമ്പോൾ നമ്മുടെ x-1/x ആണ് തന്നേക്കുന്നത്. എക്സ് റൈസ് ടു 6 + 1/x റൈസ് ടു 6 എന്ന് പറയുന്നത് എങ്ങനെയാവും? സെയിം ഫോം അപ്ലൈ ചെയ്യുന്നു. എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് ദ ഹോൾ സ്ക്വയർ അല്ലേ? ഹോൾ സ്ക്വയർ. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ എന്താണ്? -1/x ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? +2 എന്ന് കൊടുക്കും. ക്ലിയർ ആണോ? ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ നമ്മളെന്താണ്? പ്ലസ് സൈനാണ് കൊടുക്കുന്നത്. അസ്യൂം ചെയ്ത് നോക്കിയാൽ അത് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. എക്സ് ക്യൂബ് സ്ക്വയർ ബൈ എക്സ് റൈസ് ടു 6. ഇവിടെ എന്ത് വരും? 1/x റൈസ് ടു 6. പിന്നെ 2ab എന്നാണ്. ഇപ്പം 2 + 2 × ഇത് ക്യാൻസലാവും. അപ്പോൾ +2 എന്നാണ് വരുന്നത്. അപ്പോൾ അത് ക്യാൻസലാക്കാൻ നമ്മൾ -2 കൊണ്ട് എന്ത് ചെയ്യുന്നു? -2 ആഡ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ എന്ത് വരും? എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എന്നാണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ +1/x റൈസ് ടു 6 എന്നാവും. ഇവിടെ x റൈസ് ടു 6 എന്നാവും. -2ab എന്നാണ്. -2 × ബാക്കി ക്യാൻസലാവും. അപ്പോൾ -2 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ -2നെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് +2 ആഡ് ചെയ്യുന്നു. കണ്ടോ? 2 ആഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് വരുന്നത്. ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഈ ഒരു എക്സ്പാൻഷൻ ഫോമിലൊന്നും ബൈ ഹേർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുന്നത് x + 1/x = എന്താണ്? 4 ആണെങ്കിൽ നമുക്ക് ഈ ഓരോന്നും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് x² + 1/x² ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താം? എന്താണ് പറഞ്ഞത്? ഈ ഒരു കോൺസ്റ്റൻറ്റ് സ്ക്വയർ പിന്നെ ആ ഒരു ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ -2 കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ -2 കൊടുക്കും. അപ്പോൾ എത്ര കിട്ടും? 4² 16 - 2 14 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ വേഗം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊന്നും എഴുതേണ്ട കാര്യമില്ല. വേഗം തന്നെ 4² - 2 14 ആണെന്ന് അങ്ങ് എഴുതാം. അതുപോലെ x³ + 1/x³ ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4³ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ -3 × 4 അല്ലേ? 3a എന്നല്ലേ എന്നായി ക്വസ്റ്റ്യൻ നമ്മുടെ ഫോമുല. അപ്പോൾ എന്ത് വരും? 4 × 4 × 4 എത്ര വരും? 64 - 12. അപ്പോൾ എത്ര ആൻസർ വരും? 42. അതാണ് നമ്മുടെ x³ + 1/x³. 42 അല്ല, സോറി, 52. 64 - 12 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 52 ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ x⁴ + 1/x⁴ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യും? x² + 1/x² ഉണ്ട്, അതിൻ്റെ സ്ക്വയർ എടുക്കണം. x² + 1/x² 14 എന്ന് കിട്ടി. 14ൻ്റെ സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ വന്നാൽ എപ്പോഴും നമ്മൾ 2 ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ പ്ലസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രീവിയസ് ഫോമിലോട്ട് നമുക്ക് പോവാം. കണ്ടോ? x² + 1/x² ദ ഹോൾ സ്ക്വയർ -2 ആണ് നമ്മുടെ ഫോം. അതേ ഫോമുല തന്നെ അപ്ലൈ ചെയ്തേക്കുന്നത്. 14² 196 - 2. അപ്പോൾ എത്ര കിട്ടും? 194 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ?
അപ്പോൾ അതുപോലെ x⁵5 + 1/x⁵5 എങ്ങനെ എഴുതാം പറഞ്ഞു. ആ പോളിനോമിയൽ ആ എക്സ്പോണൻറ്റിൻ്റെ ഫോം എന്തായിരിക്കും? x³ + 1/x³ ഇൻറ്റു x² + 1/x² മൈനസ് എന്ത് ചെയ്യണം? നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, അതായത് x + 1/x എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫോമുല ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്തായിരിക്കും? x³ + 1/x³ എന്തായിരിക്കും? 52 ഇൻറ്റു x² + 1/² 40 മൈനസ് x + 1/x എന്ന് പറയുന്നത് എന്തായിരിക്കും? 4. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ചെയ്ത് നോക്കിയിരുന്നാൽ ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് x�6+ 1/x�6. അപ്പോൾ ഈ കേസിൽ എന്തായിരുന്നു നമ്മുടെ ഫോമുല? നമ്മൾ x³ + 1/x³ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യുന്നു അല്ലേ? അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? മൈനസ് ഓർ +2 കൊടുക്കണം. ഇവിടെ പ്ലസ് തന്നെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? -2 കൊടുക്കും. നമ്മുടെ പ്രീവിയസ് ഫോമിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. x�6ൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നുണ്ടോ? x³ + 1/x³ the whole square -2. അപ്പോൾ x³ + 1/xൻ്റെ ക്യൂബിൻ്റെ വാല്യൂ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? 52. അപ്പോൾ 52² -2 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതുപോലെ നമുക്ക് 6th വരെയുള്ള പവർ, 6th കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ x�7 വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. 3ഉം 4ഉം ആയിരിക്കും ആ പവർ വരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അത്രയൊന്നും ചോദിക്കത്തില്ല, 6 വരെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ x - 1/x = 4 ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഫോർ എക്സാമ്പിൾ x² + 1/x² ആണ് ചോദിച്ചെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? 4² മൈനസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? +2 എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ എത്ര കിട്ടും? 16 + 8 12 ആയിരിക്കും ആൻസർ. അതുപോലെ x³ - 1/x³ വാല്യൂ എന്തായിരിക്കും? 4³ ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ +3 × 4 എന്ന് വരും അല്ലേ? 64 + 12 എന്നായിരിക്കും വരുന്നത്. 76 ആയിരിക്കും അന്നേരമുള്ള ആൻസർ. ക്ലിയർ ആണോ? അപ്പം അതുപോലെ തന്നെ x² x⁴ + 1/x² എന്ന് പറയുമ്പോൾ എന്ത് വരും? സെയിം തന്നെ വരും. 18² എന്ത് വരും? -2 എന്ന് നമുക്ക് ആൻസർ വരും അല്ലേ? അതായത് x² + 1/x² സ്ക്വയർ -2 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരും. ഏതാണോ നമ്മൾ ബേസ് ഇക്വേഷനായിട്ട് എടുക്കുന്നത് അത് വേണം നോക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് x⁵5 + 1/x⁵5 എന്ന് പറയുന്നത് എങ്ങനെ വരും? x³ - 1/x³ ഇൻറ്റു x² + 1/x² മൈനസ് x - 1/x ആണ് വരുന്നത്. നേരത്തെ ഇതുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? x - 1/x ആയതുകൊണ്ട് ഇവിടെ കണ്ട x - 1/x വേണം കൊടുക്കേണ്ടത്. അപ്പോൾ എന്താവും? 76 × 18 - 4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ. x�6+ 1/x�6 എന്ത് വരും? ഇവിടെ x⁵5 മൈനസ് എന്നാണേ. ഇവിടെ നമ്മുടെ x - 1/x ആയതുകൊണ്ട് തന്നെ x⁵5 ഓഡ് ടേംസ് എല്ലാം എന്താവും? മൈനസ് ആയിട്ടായിരിക്കും. ഓഡ് പവേഴ്സ് മൈനസ് ആയിരിക്കും വരുന്നത്. ഈവൻ പവേഴ്സ് മാത്രം പ്ലസ് വരും. ഈ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? x�6+ 1/² പിന്നെ എന്ത് വരും? x³ - 1/x³ പ്ലസ് എന്തെന്നായിരിക്കും വരുന്നത്? 2 എന്നായിരിക്കും വരുന്നത്. പ്ലസ് വന്നത് എന്തുകൊണ്ടാണ്? x³ - 1/x³ എന്നാണ് വന്നത്. ഉണ്ടല്ലേ നമ്മുടെ ഇക്വേഷൻ ഫോമുല തന്നെ എങ്ങനെയാണ് കണ്ടോ? x³ - 1/x³ എന്ന് വന്നുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? -2 ആയിരിക്കില്ല, +2. നമ്മൾ ഇതിനെയാണ് സ്ക്വയർ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ എന്താവും പ്ലസ് വരും. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 1/x³ 76 സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ ചോദിക്കത്തില്ല. അപ്പോൾ ഈ x⁵5 മൈനസ് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ x മൈനസ് 1/x=4 ആയിരിക്കും തന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x⁵5 മൈനസ് 1/x⁵5 എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തായാലും നമുക്ക് x² പ്ലസ് 1/x² കണ്ടുപിടിക്കണം, x³ മൈനസ് 1/x³ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും എന്തായാലും കണ്ടുപിടിക്കണം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസിൽ എന്തായാലും ഈ ഒരു ടേം വരെ, അതായത് 6th ടേം 6 ചോദിച്ചാൽ നമുക്ക് എന്തായാലും 3 വേണം, അതായത് തേർഡ് പവർ വേണം. 5 ചോദിച്ചാൽ തേർഡ് പവറും വേണം, സെക്കൻഡ് പവറും വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതാണോ ചോദിക്കുന്നത് അതനുസരിച്ച് അതിൻ്റെ പവർ കണ്ടുപിടിച്ച് വയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോം. അല്ലാതെ നമ്മൾ അന്നേരം എക്സ്പാൻഡ് ചെയ്യാൻ നിന്നാൽ അത് വളരെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഷോർട്ട് കട്ട് ഓർത്തിരുന്നാൽ മതി ഏത് ടൈപ്പ് പ്രോബ്ലംസ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ച് ഫോം മാറി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആ ഫോമുല ഏത് രീതിയിലാണ് വരുന്നത് എല്ലാം ആ ഒരു എക്സ്പാൻഷൻ്റെ ബേസിസിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഫോമുല ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.